എല്ലാവരും ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഹാർട്ടിന്റെ ബ്ലോക്കിന്റെ അസുഖം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം, മുന്നറിയിപ്പ് എന്താണ്? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറ്റാക്ക് വരുന്നത് തടയാൻ പറ്റില്ലേ? നിങ്ങൾക്കറിയോ, ഹാർട്ടിൻ്റെതായിട്ട് വരുന്ന ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മുന്നറിയിപ്പ് തരുന്നതും നെഞ്ചുവേദനയേ അല്ല. പക്ഷേ ഈ ലക്ഷണം എന്താണെന്ന് ഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. അവർക്കത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവരറിയാതെ അത് അവഗണിക്കുകയാണ്. എന്താണ് ഈ ലക്ഷണം? നമുക്ക് നോക്കാം. ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ 75% ആളുകൾക്കും ഈ പറഞ്ഞ ലക്ഷണം 6 മാസം മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. എന്താണ് ഈ ലക്ഷണം? കിതപ്പ്. നടക്കുമ്പോഴോ ഇളകുമ്പോഴോ ചെറിയ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോഴോ പുതുതായിട്ട് കിതപ്പ് വരിക. ഭൂരിപക്ഷം ആളുകൾക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നതിന്റെ 6 മാസം മുമ്പേ തന്നെ കിതപ്പ് തുടങ്ങാറുണ്ട്. ഇത് തുടക്കത്തില് കയറ്റൊക്കെ കയറുമ്പോഴോ സ്റ്റെപ്പ് നടന്നു പോകുമ്പോഴോ ആയിരിക്കും. പിന്നീട് പതുക്കെ അത് കൂടാൻ സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് കിടക്കുന്ന സമയത്തൊക്കെ കിതപ്പോ ശ്വാസം മുട്ടലോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിന്റെ പമ്പിങ് കുറഞ്ഞതിന്റെ കൂടിയ ലക്ഷണമാവാനും അപകടത്തിലെത്താനും വളരെയധികം സാധ്യതയുണ്ട്. സ്ത്രീകൾക്കാണ് കൂടുതലായിട്ടും കിതപ്പ് ഒരു പ്രധാന ലക്ഷണമായിട്ട് പറയാം. പക്ഷെ നമുക്ക് തന്നെ അറിയാം, പലപ്പോഴും പ്രായം കൊണ്ട് മാത്രം കിതപ്പ് വരുന്നവരുണ്ട്. അതല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ട് കിതപ്പ് വരുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടാവണമെന്നില്ല. ഹാർട്ട് ചെക്ക് ചെയ്യേണ്ടതാണെങ്കിൽ നമുക്ക് എക്കോ ടെസ്റ്റ് ചെയ്ത് ഹാർട്ടിന്റെ പമ്പിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ ബ്ലോക്ക് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഒരു ത്രെഡ്മിൽ ടെസ്റ്റ് വഴി കിതപ്പ് ഹാർട്ട് സംബന്ധമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എൻ്റെ തന്നെ പല രോഗികളും അറ്റാക്കിന് ശേഷം എന്നോട് പറഞ്ഞിട്ടുണ്ട്, കിതപ്പ് കുറേ കാലമായിട്ടുണ്ട്, ഞാനത് മുമ്പേ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അറ്റാക്ക് തടയാമായിരുന്നില്ലേ ഡോക്ടർ. ഇന്നടക്കം ഒരുപാട് പേര് അത് ചോദിച്ചിട്ടുണ്ട്.